നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവർക്കും കേരള പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ചാലു നോക്കാം കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലെ ചെറുതും വലുതുമായ വാർത്തകളിലേക്ക്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഏത് ജില്ലയിൽ നിന്നോ, ഗ്രാമം, നഗരം അല്ലെങ്കിൽ മൊഹല്ലയിൽ നിന്നോ ആണ് കാണുന്നത് എന്ന് കമന്റ് ചെയ്ത് നിർബന്ധമായും അറിയിക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗ്രാമം, നഗരം, മൊഹല്ലയിലെ വാർത്തകൾ നിങ്ങൾക്കെത്തിക്കാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ കഴിയും. വാർത്തകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. കാരണം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ അത്യാവശ്യമാണ്. കേരളത്തിലെ തൃശൂരിൽ ഇന്ന് ലോകപ്രസിദ്ധമായ തൃശൂർ പൂരം ഭംഗിയായി ആഘോഷിച്ചു. വടക്കുനാഥൻ ക്ഷേത്രത്തിന്റെ പ്രാകാരത്തിൽ ആയിരക്കണക്കിന് ഭക്തർ എത്തിയതോടെ ഗജവീരന്മാരുടെ ആഡംബര ഘോഷയാത്രയും നടന്നു. ഉത്സവത്തിനിടെ നിറമേറിയ കുടകളുടെ പ്രദർശനവും പാരമ്പര്യവാദ്യങ്ങളുടെ മുഴക്കവും നഗരത്തെ മുഴുവൻ ഭക്തിമയമാക്കി. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിൽ ഈ ചരിത്രോത്സവം സമാധാനപരമായി സമാപിച്ചു. കേരള ഹൈക്കോടതി ഇന്ന് നൽകിയ ഒരു പ്രധാന വിധിയിൽ ഒരു പ്രായപൂർത്തിയായ സ്ത്രീക്ക് സ്വന്തം ഇച്ഛാനുസരണം മതസമ്പ്രദായത്തിൽ ചേരാനുള്ള അവകാശം പരമപ്രധാനമാണെന്ന് വ്യക്തമാക്കി. മകളെ ബലമായി മഠത്തിൽ പാർപ്പിച്ചിരിക്കുന്നുവെന്നാരോപിച്ച് മാതാപിതാക്കൾ സമർപ്പിച്ച ഹർജി കോടതി തള്ളി. വ്യക്തിഗത സ്വാതന്ത്ര്യത്തിലും വിശ്വാസത്തിന്റെ തിരഞ്ഞെടുപ്പിലും നിയമപരമായ ഇടപെടൽ സാധ്യമല്ലെന്ന് ന്യായാധിപർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് കടുത്ത വേനൽ ചൂട് തുടരുകയാണ്. ഇന്ന് പാലക്കാട് ജില്ലയാണ് ഏറ്റവും ചൂടേറിയത്. ഇവിടെ താപനില 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായി രേഖപ്പെടുത്തി. കാലാവസ്ഥാ വകുപ്പ് അടുത്ത 3 ദിവസത്തേക്ക് നിരവധി ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉച്ചസമയങ്ങളിൽ പുറത്തിറങ്ങരുതെന്നും മതിയായ വെള്ളം കുടിക്കണമെന്നും ജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉയർന്ന ചൂട് കൃഷിവളങ്ങളിൽ ഗുരുതരമായ ബാധയും സൃഷ്ടിക്കുന്നു. കേരള സംസ്ഥാന ലോട്ടറി വകുപ്പ് ഇന്ന് ഭാഗ്യതാര BT51 ഡ്രോയുടെ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ നടന്ന ഈ ഡ്രോയിൽ 1 കോടി രൂപയുടെ ഒന്നാം സമ്മാനം BC 5,69,038 എന്ന ടിക്കറ്റ് നമ്പറിനാണ് ലഭിച്ചത്. വിജയ ടിക്കറ്റ് പ്രഖ്യാപിച്ചതോടെ ലോട്ടറി കൌണ്ടറുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. എല്ലാ വിജയികളും 30 ദിവസത്തിനകം ടിക്കറ്റും തിരിച്ചറിയൽ രേഖകളും സമർപ്പിക്കണമെന്ന് വകുപ്പ് അഭ്യർത്ഥിച്ചു. കേരളയിലെ കോളേജുകളിൽ MBA പ്രവേശനത്തിനായി KMAT 26ന്റെ 2ാം സെഷനിലേക്കുള്ള അപേക്ഷാ പ്രക്രിയ ഇന്ന് ആരംഭിച്ചു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മെയ് 5-ാം തീയതി വരെ രജിസ്റ്റർ ചെയ്യാം. ഈ പരീക്ഷ മെയ് മാസത്തിലെ 3ാം ആഴ്ച നടത്താനാണ് സാധ്യത. അവസാന തീയതിക്ക് മുൻപ് യോഗ്യതയും രേഖകളും പരിശോധിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ INTUCയുടെ നേതൃത്വത്തിൽ ഒരു യുദ്ധവിരുദ്ധ പ്രചാരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. മുൻ മുഖ്യമന്ത്രി VM സുധീരൻ ഈ പരിപാടിക്ക് നേതൃത്വം നൽകി ആഗോള സമാധാനത്തിന്റെ സന്ദേശം പങ്കുവച്ചു. നിരവധി പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. യുദ്ധത്തിനെതിരായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. അന്താരാഷ്ട്ര സംഘർഷങ്ങളുടെ മാനവീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സംസാരിച്ച വക്താക്കൾ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മെയ് 4-ന് പ്രഖ്യാപിക്കാനിരിക്കെ സംസ്ഥാനത്ത് രാഷ്ട്രീയ ആവേശം ശക്തമാണ്. ഇന്ന് തിരുവനന്തപുരം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. LDFും UDFും വിജയവാദങ്ങൾ ഉന്നയിക്കുന്നു. ഈ സാരി പ്രതിപക്ഷ നേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഭരണഘടനാപരമായ പ്രതിസന്ധിയുണ്ടാകാമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. കേരള ധനമന്ത്രി ഇന്ന് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി 14,500 കോടി രൂപ അനുവദിച്ചതായി അറിയിച്ചു. ഈ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ ഏകദേശം 31 ലക്ഷം ഗുണഭോക്താക്കൾക്ക് നേരിട്ടുള്ള പ്രയോജനം ലഭിക്കും. കലാകാരന്മാരുടെ പെൻഷൻ 1,600 രൂപയിൽ നിന്ന് 2,000 രൂപയായി വർദ്ധിപ്പിച്ചതായും അറിയിച്ചു. 26-27 സാമ്പത്തിക വർഷ ബജറ്റിൽ അംഗൻവാടി പ്രവർത്തകരുടെ വേതന വർധനയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളത്ത് ഇന്ന് ജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവതാരങ്ങൾ ഏറെ പങ്കെടുത്തു. കായിക വകുപ്പ് സംഘടിപ്പിച്ച ഈ മത്സരം ഗ്രാമീണ മേഖലകളിലെ കായിക പ്രതിഭകളെ വളർത്തുകയാണ് ലക്ഷ്യം. ഉദ്ഘാടനം ചടങ്ങിൽ മുൻ ഒളിമ്പ്യൻ താരങ്ങൾ പങ്കെടുത്തു. കളിക്കാരെ പ്രോത്സാഹിപ്പിച്ചു. വിജയികൾക്ക് സംസ്ഥാനതല ടീമിൽ ഇടം നേടാനുള്ള അവസരവും ലഭിക്കും. കോഴിക്കോട് ഇന്ന് പ്രശസ്ത എഴുത്തുകാരൻ KF ജോർജിന്റെ പുതിയ പുസ്തകമായ ഓർമ്മച്ചിലുക്കിൽ മർമ്മരങ്ങൾ പ്രകാശനം ചെയ്തു. സാഹിത്യലോകത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ആധുനിക സാഹിത്യത്തിൽ കേരളയുടെ മാറുന്ന സംസ്കാരത്തെക്കുറിച്ച് ചർച്ചകൾ നടന്നു. സാഹിത്യപ്രേമികൾക്ക് പ്രചോദനമായ ഈ പരിപാടിയിൽ സൃഷ്ടിപരമായ എഴുത്ത് വർക്ക്ഷോപ്പും സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ലളിതകല കോളേജിൽ ഇന്ന് ലൈറ്റ് സോഴ്സ് എന്ന പേരിൽ വൻ ഫോട്ടോഗ്രഫി പ്രദർശനം ആരംഭിച്ചു. സംസ്ഥാനത്തെ ഉയർന്നുവരുന്ന ഫോട്ടോഗ്രാഫർമാരുടെ മികച്ച സൃഷ്ടികൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നു. കേരളയുടെ പ്രകൃതി സൗന്ദര്യവും ജനജീവിതവുമാണ് പ്രദർശനത്തിന്റെ മുഖ്യ വിഷയം. വലിയ തോതിൽ കലാപ്രേമികളും വിദ്യാർത്ഥികളും എത്തുന്ന ഈ പ്രദർശനം അടുത്ത 3 ദിവസം തുറന്നിരിക്കും. സംസ്ഥാന സർക്കാർ ഇന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള മിഡ് ഡേ മീൽ തയ്യാറാക്കുന്ന പാചകത്തൊഴിലാളികളുടെ ദിനവേതനം 25 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. സാക്ഷരതാ പ്രേരകരുടെ മാസവേതനത്തിലും 1000 രൂപ വർധന പ്രഖ്യാപിച്ചു. താഴത്തെ തലത്തിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ സാമ്പത്തിക ശക്തിപ്പെടുത്തൽ സർക്കാരിന്റെ മുൻഗണനയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ തീരുമാനം ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമാകും. കൊച്ചിയിൽ ഇന്ന് നാവികസേനാ താവളത്തിൽ പ്രത്യേക അഭ്യാസം സംഘടിപ്പിച്ചു. തീരസുരക്ഷാ സംവിധാനങ്ങൾ ഇതിൽ പരീക്ഷിച്ചു. ഇന്ത്യൻ തീരസേനയും നാവികസേനയും പങ്കെടുക്കുന്ന ഈ അഭ്യാസം കടൽ ഭീഷണികളെ നേരിടാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണ്. കേരളയുടെ നീളമുള്ള തീരരേഖ സംരക്ഷിക്കാൻ ഇത്തരം സ്ഥിരമായ അഭ്യാസങ്ങൾ അനിവാര്യമാണെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ആധുനിക റഡാർ സംവിധാനങ്ങളുടെ പ്രദർശനവും നടന്നു.
ഇടുക്കി ജില്ലയിൽ ഇന്ന് ശക്തമായ മഴയെ തുടർന്ന് ഇടയ്ക്കിടെയുള്ള മണ്ണിടിച്ചിലുകൾ റിപ്പോർട്ട് ചെയ്തു. മലനിരകളിലെ ഗതാഗതം ബാധിച്ചു. ജീവഹാനിയില്ലെങ്കിലും രാത്രി യാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ സംഘങ്ങൾ അതീവ സംവേദനശീല പ്രദേശങ്ങളിൽ വിന്യസിച്ചു. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കണമെന്ന് വിനോദസഞ്ചാരികൾക്കും നിർദ്ദേശം നൽകി. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഇന്ന് ജെ.സി. ഡാനിയലിന്റെ സ്മരണാർത്ഥം പ്രത്യേക സമ്മേളനം നടന്നു. മലയാള സിനിമയുടെ പിതാവായി അറിയപ്പെടുന്ന ഡാനിയലിന്റെ സംഭാവനകൾ ഓർത്തുകൊണ്ട് ചലച്ചിത്ര വ്യവസായത്തിന്റെ വളർച്ചയെക്കുറിച്ച് ചർച്ചകൾ നടത്തി. നിരവധി പ്രമുഖ സംവിധായകരെയും കലാകാരന്മാരെയും ആദരിച്ചു. ഡാനിയലിന്റെ ജീവിതകഥയെ ആസ്പദമാക്കിയ ഹ്രസ്വചിത്രവും പ്രദർശിപ്പിച്ചു. കേരള ആരോഗ്യവകുപ്പ് ഇന്ന് സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഡെങ്കിപ്പനിയുടെയും മലേറിയയുടെയും കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഹൈ അലർട്ട് പ്രഖ്യാപിച്ചു. ശുചിത്വ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും വെള്ളക്കെട്ട് ഒഴിവാക്കാനും ജില്ലാ ആരോഗ്യ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ആശുപത്രികളിൽ പ്രത്യേക വാർഡുകൾ ഒരുക്കുകയും മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്തു. കൊതുക് നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വയനാട്ടിൽ ഇന്ന് മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ ഭാഗമായി ഒരു കാട്ടാന കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആനയെ കാട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. സുരക്ഷാവേലികളും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ട് കർഷകർ പ്രതിഷേധിച്ചു. ഈ പ്രശ്നത്തിന് സ്ഥിരമായ പരിഹാരമായി ഡ്രോൺ അധിഷ്ഠിത നിരീക്ഷണം നടപ്പാക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകി. മുന്നാറിൽ ഇന്നു മുതൽ പുഷ്പപ്രദർശനം 26 ആരംഭിച്ചു. വിദേശ പുഷ്പങ്ങളുടെ നൂറുകണക്കിന് ഇനങ്ങൾ ആകർഷണമായി. ഈ വർഷം റെക്കോർഡ് എണ്ണം വിനോദസഞ്ചാരികൾ എത്തുമെന്നാണ് ടൂറിസം വകുപ്പിന്റെ പ്രതീക്ഷ. പൂക്കളാൽ തീർത്ത വിവിധ ആകൃതികൾ സന്ദർശകരെ ആകർഷിച്ചു. നീലക്കുറിഞ്ഞു വിരിഞ്ഞിരിക്കുന്ന മുന്നാറിന്റെ താഴ്വരകൾക്ക് ഇത് കൂടുതൽ ഭംഗി കൂട്ടി. ആലപ്പുഴയിൽ ഇന്ന് പരമ്പരാഗത വള്ളംകളിയുടെ ഒരുക്കങ്ങളെക്കുറിച്ച് യോഗം ചേർന്നു. ക്ലബ്ബുകൾ വള്ളങ്ങളുടെ അറ്റകുറ്റപ്പണിയും പരിശീലനവും ആരംഭിച്ചു. ഈ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാൻ പ്രത്യേക ധനസഹായം നൽകുമെന്ന് സർക്കാർ അറിയിച്ചു. ഇത് ഒരു മത്സരം മാത്രമല്ല, കേരളയുടെ സാമൂഹിക ഐക്യത്തിന്റെ പ്രതീകമാണെന്നും നേതാക്കൾ പറഞ്ഞു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ന് മധ്യപൂർവ്വദേശങ്ങളിലേക്ക് 3 പുതിയ സർവീസുകൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന കേരള പ്രവാസികൾക്ക് ഇത് വലിയ ആശ്വാസമാകും. ആവശ്യകത ഉയരുന്ന സാഹചര്യത്തിൽ സർവീസുകൾ കൂടുതൽ വർദ്ധിപ്പിക്കാമെന്ന് അധികൃതർ അറിയിച്ചു. യാത്രക്കാരുടെ സൌകര്യത്തിനായി ടെർമിനലിൽ പുതിയ ചെക്ക് ഇൻ സാങ്കേതികവിദ്യയും സ്ഥാപിച്ചു. ശബരിമല ക്ഷേത്രത്തിൽ മാസപൂജയ്ക്കായി ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ന് ദർശനത്തിനുള്ള ഓൺലൈൻ ബുക്കിംഗ് പരിധി വർദ്ധിപ്പിച്ചു. പമ്പാ നദിയിലെ ജലനിരപ്പ് കുറഞ്ഞതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ഭക്തരോട് ആവശ്യപ്പെട്ടു. സുരക്ഷയ്ക്കായി പോലീസ് കർശന ക്രമീകരണങ്ങളും സന്നദ്ധ പ്രവർത്തകരുടെ സേവനവും ഒരുക്കിയിട്ടുണ്ട്. കേരള ജല അതോറിറ്റി ഇന്ന് തിരുവനന്തപുരം നഗരത്തിലെ ചില ഭാഗങ്ങളിൽ പൈപ്പ് ലൈൻ അറ്റകുറ്റപ്പണികൾ കാരണം ജലവിതരണം തടസ്സപ്പെടുമെന്ന് അറിയിച്ചു. മുൻകൂട്ടി വെള്ളം ശേഖരിക്കണമെന്ന് താമസക്കാരോട് അഭ്യർത്ഥിച്ചു. നാളെ രാവിലെ വരെ വിതരണം സാധാരണ നിലയിലാകുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. ഇതിനിടെ ടാങ്കറുകൾ വഴി വെള്ളമെത്തിക്കുന്ന സംവിധാനവും തുടരുന്നു. കൊച്ചി മെട്രോ ഇന്ന് പുതിയ മൊബൈൽ ആപ്പ് പുറത്തിറക്കി. ടിക്കറ്റ് ബുക്കിംഗും തത്സമയ ട്രെയിൻ ലൊക്കേഷനും ഇതിലൂടെ ലഭ്യമാകും. ഈ ഡിജിറ്റൽ പദ്ധതി യാത്രക്കാരുടെ സമയം ലാഭിക്കുകയും യാത്ര സുഗമമാക്കുകയും ചെയ്യുമെന്ന് അധികൃതർ പറഞ്ഞു. ആപ്പിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭാവിയിൽ മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളും ഇതുമായി ബന്ധിപ്പിക്കാനാണ് പദ്ധതി.